Hi guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മറൈൻ ഡ്രൈവിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓടി വരുന്നത് അമ്മുക്കുട്ടിയാണ് കേട്ടോ. ഇതിന് മുൻപേ നിങ്ങൾ കണ്ടത് എൻ്റെ അനീത്തി അതുപോലെ തന്നെ പൊന്നുമൊക്കെയാണ്. അമ്മയുടെ എന്താ പറയുക അയൽക്കൂട്ടത്തിലുള്ള കുറച്ച് ചേച്ചിമാരും അമ്മയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. വാട്ടർ മെട്രോയിൽ കയറണം എന്നുള്ള കാരണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ കണ്ട തിരക്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ വെയിലും കൊണ്ട് നിൽക്കുന്നത്. ഈ വെയിൽ ഇത് ഞാൻ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി വെയിലാണ്. നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ഷൂ ഒക്കെ കാലൊക്കെ അതിനകത്തിരുന്ന് ഉരുകത്തില്ലേ, അമ്മാതിരി വെയിലത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു 10 മണിയായിട്ടുണ്ടാവും നമ്മൾ ഈ ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 11:20 കഴിഞ്ഞ സമയത്താണ് കേട്ടോ ആ ഡോറ് നമ്മൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആ കീ ഒക്കെ എന്തോ കുടുങ്ങുമോ അങ്ങനെ ഏതാണ്ട് ചെയ്ത് തുറക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം അങ്ങനെയൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തെ സെക്യൂരിറ്റിയും പുറത്തെ സെക്യൂരിറ്റിയും ഒക്കെ കൂടെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡോറൊക്കെ തുറന്ന് കിട്ടിയത് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ അത്രയും ക്യൂ വരെ നിന്നിട്ട് അവസാനം കയറാൻ പറ്റില്ല എന്ന് വരെ വിചാരിച്ചായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യൂവിൽ എന്താ പറയുക നമ്മൾ നിന്ന ക്യൂവിനെ കുറച്ച് ബാക്കിലുള്ള ആൾക്കാരെയും കൂടെ കയറ്റിയിട്ട് പിന്നെയും ഡോർ ക്ലോസ്ഡ് ആയി. അതിനുശേഷം ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ആക്സസ്. മെട്രോ പോലെ കുറച്ച് കൊച്ചി മെട്രോ നമ്മുടെ നോർമൽ മെട്രോ ട്രെയിൻ പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു കമ്പി പോലെ അതിൽ നമ്മൾ ഇങ്ങനെ എന്താ തള്ളി അങ്ങ് കയറി വരികയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പുറത്ത് നിന്നതിൻ്റെ ഇരട്ടി ആൾക്കാർ അകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്തു. കുറച്ച് പേര് ആദ്യം ക്യൂ നിന്നു, പിന്നെ കുറച്ച് പേര് ക്യൂ നിന്നു. അങ്ങനെയൊക്കെയാണ് എന്താ പറയുക കുറേ നേരം നമ്മളിന്ന് മടുത്തായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഈ ഇട്ടിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ തീർന്ന ഒരവസ്ഥയായിരുന്നു. നമ്മൾ അവസാനം ക്യൂ നിന്ന് അവസാനം ഇപ്പോൾ കയറ്റുന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളെ മാത്രം ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവർ ബാക്കിയെല്ലാം അടച്ചു കളഞ്ഞു. പിന്നെ അവർ പോയിട്ട് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചൊരു ട്രെയിനില്ലേ, മീൻസ് മെട്രോ ഉണ്ടല്ലോ, അതിലായിരിക്കും നമ്മൾ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് എന്താ പറയുക അങ്ങോട്ടെന്തോ മാറ്റിയിട്ട് പിന്നെ അത് ഇതേ സ്ഥലത്ത് വേറെ മെട്രോ വന്ന് അങ്ങനെയൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടുപിടിക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ കിടക്കുന്ന മെട്രോ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പോകണതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതെവിടെയാണ് പോയതെന്ന് എനിക്കറിയില്ല. ആളെ കയറ്റിയോ എന്തോ ഒന്നും അറിയില്ല. നമ്മൾ കുറേ നേരം നോക്കി നിന്നു. ഇത് വന്നു, കുറച്ച് നേരം തന്നെത്താൻ അവിടെ കിടന്നിട്ട് അത് എങ്ങോട്ടോ പോയിട്ടോ അത് എവിടെ പോയതാ ഒന്നും അറിയില്ല. അതിന് ശേഷം പിന്നെ വേറൊരു മെട്രോ ആ സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. അതിൽ വന്ന് പിന്നെ നമ്മുടെ ഇത് വൈപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു മെട്രോ അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ അത് കണ്ടോ മെട്രോ വരുന്നുണ്ടോ. അപ്പോൾ ആ മെട്രോ വന്നപ്പോഴത്തേക്കിനും ഈ മെട്രോ ആക്ച്വലി ഇപ്പോൾ ഇവിടെ കിടന്ന മെട്രോ അതിനെന്തോ മാറി എന്തോ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഓരോ സ്റ്റേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവരെന്തോ മാറി കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേഷ്യൻസിലൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളല്ലാണ്ട് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പെട്ടെന്ന് വൈപ്പിന് പോകാനായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പോലും അവിടെ എത്തുമെന്ന് അറിയില്ല. അത്രയ്ക്കും എന്താ പറയുക ആളുമാണ്. ഞങ്ങൾ പിന്നെ സൺഡേയും കൂടിയാണ് പോയത്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണല്ലോ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്ന ആളുകളാണ് അതിനകത്തൊരു 95% ആൾക്കാർ. പിന്നെ 5% ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എത്താനും പറ്റില്ല കേട്ടോ. ഈ മെട്രോ ഇപ്പോൾ ഈ കിടക്കുന്ന 6 എന്ന് പറയുന്ന മെട്രോ ഉണ്ട്, അത് മാറിക്കൊടുത്തിട്ടാണ് നമ്മൾ വരുന്ന മെട്രോ ഇങ്ങോട്ട് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ കരയിലോട്ട് അടുപ്പിക്കേണ്ടത്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ എന്തൊക്കെയോ ആണ്, എനിക്ക് അറിയത്തില്ല ഇവന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ സെൻട്രലൈസ്ഡ് AC-ക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഫുള്ള് നമ്മുടെ എന്താ പറയുക അതിൻ്റെ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഒക്കെ അത് ശരിയാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണ്ട്ലൂണോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതരം വേർഡാണ്. അത് ഇപ്പം ഞാൻ ഓർക്കണില്ല, അത് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും തന്നെ ക്ലിയർ ആയിട്ട് അത് ഷട്ടർ ഓപ്പൺ ആവും അങ്ങനെയൊന്നുമില്ല. ഇവർ ഈ ഒരു രീതിയിൽ മാത്രമാണ്, ഈ ഒരു 2 വേ ആണുള്ളത്. ഇപ്പോൾ ഇവർ വരുന്ന ഒരു വഴിയുണ്ട്, പിന്നെ ഒരെണ്ണം ഇപ്പുറത്ത് കണ്ടോ കാലിയായിട്ട് കിടക്കണേ, അത് 2 മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതാണെങ്കിലും സെക്യൂരിറ്റീസ് വെച്ചിട്ട് ആളുകളുടെ എണ്ണം കൗണ്ട് ചെയ്താണ് കയറ്റുന്നത്. നമ്മൾ നോർമൽ നമ്മുടെ ഒരു ബോട്ടിൽ പോകത്തില്ലേ, ഒരു ബോട്ടിന് ഇത്ര ലിമിറ്റ് ഉണ്ടാകും, അത്രയും ആൾക്കാരെ കയറ്റും, ടിക്കറ്റ് കാണിക്കും, ഇതൊക്കെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല നോർമലായിട്ട്. പിന്നെ ഇത് വാട്ടർ മെട്രോ എന്ന് നമ്മൾ പറയുന്നു, അത് സാധാരണ ബോട്ട്. അത് കുറേ നേരം നിന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ
ഈ ബോട്ടിനകത്തോട്ട് എന്താ പറയുക കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോഴും നമ്മൾ കയറണം എന്ന് വിചാരിച്ചാൽ ഈ ബോട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്ത ബോട്ട് അപ്പുറത്ത് തന്നെ കിടക്കണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഈ പോകുന്നതിൻ്റെ അനിയത്തിയും പൊന്നുമാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എന്താ പറയുക വെയിലും സഹിച്ച് 1.5 മണിക്കൂർ നിന്ന്, 1 മണിക്കൂറല്ല 2 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ നിന്നത് ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം സംഭവം ശരിക്കും പറഞ്ഞാൽ കയറിയത് എക്സ്പീരിയൻസ് ചെയ്ത് നന്നായെന്ന് തോന്നി കേട്ടോ. കാരണം നല്ല രസമാണ്, എന്താ പറയുക, മൊത്തത്തിൽ നീറ്റാണ്. മെട്രോ ആയതുകൊണ്ടും ഇനിഷ്യലി സ്റ്റേജ് ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കും. എന്തായാലും എല്ലാവരും നിരന്നിരുന്നു. നമ്മൾ കൂടെ വന്നവരെല്ലാം ഓരോ സ്ഥലത്തായിട്ടൊക്കെ ഇരുന്നു. കുറച്ച് പേര് കൂട്ടമായിട്ട് നിന്നിരുന്നു. ഞാൻ എന്തായാലും വ്യത്യസ്തമായിട്ട്, കാരണം എനിക്ക് എന്തായാലും ഇത് കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാറിയാണ് ഇരുന്നത്. എൻ്റെ കൂടെ കുറേ ഫാമിലീസാണ് വന്നിരുന്നത്. അവരൊരു 1-2 ഫാമിലീസാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ അവരും ഓരോരുത്തരും ഈ പറഞ്ഞ ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ വന്ന എല്ലാവരും തന്നെ അവൾ കണ്ടുവരുന്നത് ഓക്കെ. അപ്പം എല്ലാവരും തന്നെ അവനവൻ്റെ ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടായിരിക്കും അവർ എന്താ പറയുക, അവർ ഒന്ന് എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പയിലൊക്കെ കിടന്ന് തൂങ്ങി വലിയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല മീൻസ് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു എന്താ പറയുക ആളുകൾക്ക് ഇത്രയും എക്സൈറ്റ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധനത്തിലാണ് കേട്ടോ കയറ് കെട്ടണേ. എന്നിട്ട് നമ്മൾ വലിച്ച് കരയ്ക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കയറൊക്കെ അഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടെന്ന് പറഞ്ഞാൽ കൊച്ചാക്കണില്ല, വാട്ടർ മെട്രോ പുറപ്പെട്ടിട്ടോ. അപ്പം ഏതാണ്ട് സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ നല്ല സ്പീഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇനിഷ്യലി ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നോർമൽ ബോട്ടാണല്ലോ എന്ന്. പക്ഷേ അങ്ങോട്ട് ചെന്നിട്ട് ഇത് നേരെ എടുത്ത് തിരിച്ചിട്ടാണ് പോകണം കേട്ടോ. ഒന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. 15 മിനിറ്റാണ് കേട്ടോ. കറക്റ്റ് 15 മിനിറ്റിൽ നമ്മൾ വൈപ്പിനിലെത്തി. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ. പിന്നെ വലിയ വ്യത്യാസം, നമ്മൾ ബോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിരിക്കുമല്ലോ, ഏരിയ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണ്. മീൻസ് ഇപ്പോൾ ചില ബോട്ടുകൾ അങ്ങനെയല്ല, നമുക്ക് വിൻഡോ ഉണ്ടാവും, കാറ്റൊക്കെ കയറും. ഇത് അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് കാറ്റ് അങ്ങനെയൊന്നും കയറത്തില്ല. ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. അല്ലാതെ വേറെ വ്യത്യാസമൊന്നും കമ്പാരിറ്റീവ്ലി ഇല്ല. പിന്നെ AC ഒക്കെ ഉണ്ട്. അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സേഫായിട്ട് സെക്യൂറായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാണാനായിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോൾ ബോട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും നമ്മുടെ ചുറ്റുപാടും കാണാനും. പിന്നെ വെള്ളം ഇങ്ങനെ ഓളം തട്ടി പുറകോട്ട് പോകുന്ന കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ആ ഒരു നിങ്ങൾക്ക് ഈ കാണുന്ന സ്പീഡ് കറക്റ്റ്, ഞാൻ എന്താ പറയുക സ്പീഡൊന്നും അഡ്ജസ്റ്റ് ചെയ്തതല്ല, കറക്റ്റ് സ്പീഡ് തന്നെയാണ്. ഈ സ്പീഡിൽ തന്നെയാണ് ഇത് പോകുന്നത്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ നമ്മുടെ കൊച്ചി കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫുള്ള് എന്താ പറയുക, നമുക്ക് ആ ഒരു എന്തൊക്കെ കാണാമോ അതെല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കണ്ടു. മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നല്ല രസമാണ്. ഇതിപ്പോൾ തിരിക്കണ ഒരു പോർഷനാണ്. തിരിച്ച് കഴിഞ്ഞിട്ട് ഇതിലും സ്പീഡിലാണ് വണ്ടി, മീൻസ് വണ്ടി എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചാക്കാതെ വാട്ടർ മെട്രോ പോകണം കേട്ടോ. പക്ഷേ ആ ഒരു ഭംഗി നോക്കിക്കേ, നമ്മുടെ ആകാശവും അതുപോലെ കുറേ ബിൽഡിങ്സും വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് ഇത് നമ്മുടെ എന്താ പറയുക ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയുടെ ചെറിയൊരു നിഴൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഫുൾ ഗ്ലാസ് ആണ്. പിന്നെ ഒരു വാട്ടർ മെട്രോ നമ്മുടെ അവിടെ നിന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ആർക്കോ ഇഷ്ടംപോലെ മലയാളികൾ, മലയാളികൾ അറിയുള്ളൂ, പൊതുവേ ക്ഷമ കുറഞ്ഞ ആളുകളാണ്. ഇഷ്ടംപോലെ ആൾക്കാർ എന്താ പറയുക അത്ര ക്ഷമിച്ച് അവിടെ കാത്തിരിക്കുകയാണ് വാട്ടർ മെട്രോ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ ഒരു തുരുത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് എത്രത്തോളം ഇത് എന്താ പറയുക നമ്മുടെ ക്യാമറയിൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടേണ്ടെന്നെനിക്ക് അറിയില്ല. പക്ഷേ നല്ല ഭംഗിയാണ് നമ്മൾ ആ നേരിട്ട് കാണുമ്പം. ശരിക്കും നമുക്ക് ഒരു തവണയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പോകണതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് പിന്നീട് ഇപ്പം അത് ആളുകൾ അത് ഒന്ന് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത് മാറിയിട്ട് നാളെ അത് ശരിക്കും വൈപ്പിലേക്ക് പോകാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനത്തെ ഒരു ഇതാകുമല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 15 മിനിറ്റിൽ മതി, പെട്ടെന്ന് വൈപ്പിൽ എത്താൻ പറ്റും. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനും ഒക്കെ എന്താ പറയുക അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇത് കണ്ടെയ്നറുകളാണ് കേട്ടോ. ആ ഒരു റെഡ് കളറ് ബ്ലൂ കളറൊക്കെ കാണുന്ന കണ്ടെയ്നറുകളാണ് കേട്ടോ. അവർ ശരി ഇത് കണ്ടോ, ആ ഒരു ഓരോ ബോക്സ് കുഞ്ഞു ബോക്സായിട്ട് ക്രെയിൻ വെച്ച് അവർ ആ ഷിപ്പിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഭയങ്കര ഒരു
എന്താ പറയുക, അത്രയും വലിയ, നമ്മളെന്ത് വലുതാണ് കണ്ടെയ്നർ ശരിക്കും ആ ബോക്സ് നമ്മൾ കാണുമ്പോൾ വഴിയിൽ പോകുമ്പോൾ അല്ലേ, പക്ഷെ അത് അത്രയും കുഞ്ഞു കുഞ്ഞു കണ്ടോ, അത്രയും ചെറിയ ചെറിയ കട്ടകൾ പോലെയാണ് കേട്ടോ ശരിക്കും. അത് ഭയങ്കര എന്താ പറയുക, നല്ല രസം തോന്നി അത് കണ്ട സമയത്ത്. കണ്ടെയ്നറിലോട്ട് എന്താ പറയുക, അതിങ്ങനെ ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് എന്താ പറയുക ആ ഒരു വലിയ ഷിപ്പിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, നമ്മൾ ക്രെയിൻ വെച്ചിട്ട് ഓരോന്നോരോന്നത് പൊക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടോ, ആ ഏറ്റവും ബാക്ക് സൈഡ് നോക്കിക്കോ, ഒരു ബ്ലാക്ക് പോലെ കാണുന്നില്ലേ, അത് ആ ക്രെയിൻ വെച്ച് ഓരോ കണ്ടെയ്നർ പൊക്കിയിട്ട് അത് അതിലേക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡ് കൂടെയൊക്കെ ഷിപ്പൊക്കെ പോകുന്നത് നമുക്ക് നല്ല രസമാണ് കേട്ടോ. നമ്മളൊരു 11 മണി ആ ഒരു ടൈമിൽ, 11:30 ആയിട്ടുണ്ടാവും, ആ ഒരു ടൈമിലാണ് ഈ ഒരു എന്താ പറയുക ഈ കാഴ്ച കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ വെയിലുണ്ട്, എന്നാലും നമുക്ക് പറഞ്ഞ പോലെ AC-യുടെ ഒരു തണുപ്പും, അതുപോലെ നമ്മൾ എപ്പോഴും കായലിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അറിയാമല്ലോ, നമുക്കൊരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മൊത്തത്തിൽ നമ്മൾ നല്ല എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടാണ് നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കുറേ കാഴ്ചകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഷിപ്പ് പോകുന്നതും. അത് നമ്മൾ എന്ത് കുഞ്ഞായിട്ടാണ് കാണുന്നത് ആ ഷിപ്പ്, ശരിക്കും നമ്മൾ അതിനടുത്തോട്ട് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് കാണുന്നത് ഇത്ര അടുത്തായിട്ട്. ഇത് കണ്ടോ, ഓരോരോ ക്രെയിൻ വെച്ചിട്ട് ഇപ്പോൾ ആ വൈറ്റ് കളർ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്താ പറയുക ക്രെയിൻ വെച്ച് നമ്മുടെ കണ്ടെയ്നറിൽ നിന്ന് എടുത്തിട്ടാണ് ആ ബോക്സ് ഇങ്ങനെ അടുക്കി വെക്കണം കേട്ടോ. അങ്ങനെ ബോക്സ് എന്നൊക്കെയാണോ പറയണതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തുതന്നെയാണെങ്കിലും കണ്ടോ, ഇപ്പം നമ്മളിത് അടുത്ത് തന്നെ കാണുന്നത്. എന്നാലും നോക്കിക്കേ എന്ത് ചെറുതായിട്ടാണത് കാണുന്നതെന്നും, അതുപോലെ ഇത്രയും സാധനങ്ങളത് ക്യാരി ചെയ്യുന്നൊരു വലിയ ഷിപ്പാണത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊന്ന് ക്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യൂ ആണെന്നും പറഞ്ഞ് നമ്മളത് കയറാണ്ട് പോയിരുന്നെങ്കിൽ ഇത്രയും സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നമുക്ക്. ഇത് ചിലപ്പോൾ നമുക്ക് നാളെ കാണാൻ പറ്റിയില്ലെങ്കിലോ, മനസ്സിലായി. കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നമുക്ക് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്, നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണണമല്ലോ മാക്സിമം. പിന്നെ ഇത് നോർമലി എനിക്ക് തോന്നുന്നു ഏതോ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് റെൻറ്റിന് നമ്മളൊരു മണിക്കൂർ വൈസൊക്കെ എടുക്കത്തില്ലേ, അങ്ങനത്തെ ബോട്ടുകളാണ് ആ കാണുന്നത്, വൈറ്റ് കളറിലൊക്കെ കേട്ടോ. അവർ നല്ല എന്താ പറയുക എൻജോയ്മെൻ്റൊക്കെ ആയിരുന്നു. നമുക്ക് കാണാമായിരുന്നു, സൗണ്ടൊന്നും കേൾക്കണ്ടായിരുന്നില്ല, ബട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാമായിരുന്നു കേട്ടോ. അവർ ഭയങ്കര എൻജോയ് ചെയ്ത് എന്താ പറയുക കൈയൊക്കെ കൊട്ടിയിൽ ആവശ്യമായിട്ടാണ് അവരവരുടെ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും എനിക്ക് തോന്നുന്നു അവർ ഇപ്പോൾ എന്നെ പോലെ തന്നെ ആ ഷിപ്പിനെയാണ് അവർ മെയിനായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു നമുക്ക് നല്ല എന്താ പറയുക, നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു അത്ഭുതം എന്നുള്ള രീതിയിലൊരു സംഭവമായിരിക്കുമല്ലോ. അങ്ങനെയാണ് കേട്ടോ. പിന്നീട് നമ്മൾ കുറേ മുന്നോട്ട് പോയി കുറേ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ.
ബോട്ട് കരക്കെത്തിയതും ആളുകളെല്ലാം എന്താ പറയുക, മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ, എല്ലായിടത്തും തിരക്കാണ്, അവർക്ക് തിരക്ക് കൂട്ടി ഇറങ്ങി ഓടിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതെൻ്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സ് ചേച്ചിമാരെല്ലാവരും ഇരിക്കുന്നതാണ് കേട്ടോ. അവർക്ക് നമുക്ക് യാതൊരു വിധ ധൃതിയില്ല, നമ്മൾ പയ്യെ ഇറങ്ങുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് അതിൽ നിന്ന് ഇറങ്ങിയതും ആദ്യം കയറിയതും നമ്മൾ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങുവാണ്. ഒരുപാട് പേര് നമ്മളെപ്പോലെ ക്ഷമയോടുകൂടി ഇതിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പാവം കേട്ടോ, എന്തോരം സമയം എടുത്താലും എന്താ ഇതിനകത്ത് കയറാൻ പറ്റുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. അതുപോലെ അത്ര തിരക്കായിരുന്നു. നമ്മൾ സൺഡേ ആയതുകൊണ്ടാണ്. സൺഡേ നമ്മൾ പോവാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതുപോലെ നമ്മൾ നിന്നാലേ നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല എന്നുള്ളതാണ്. അതിനുള്ളിൽ കയറിയാൽ മാത്രമേ ഉള്ളൂ. അത് ലിമിറ്റഡ് ആൾക്കാരെ കയറ്റത്തുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത്. അതിന് ശേഷം നമ്മൾ നമ്മുടെ ടിക്കറ്റ്സ് വെച്ചിട്ട് ഓരോരുത്തർ സ്കാൻ ചെയ്ത്, ഇപ്പം നമ്മൾ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ ടിക്കറ്റാണ് നമുക്ക് തരുന്നത് കേട്ടോ. ആ ടിക്കറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 12 തവണയും സ്കാൻ ചെയ്ത് ഓരോരുത്തരെ ആയിട്ട് നമ്മൾ നോർമൽ നമ്മളെ മെട്രോ ട്രെയിനിലുള്ള പോലെ തന്നെയാണ് കേട്ടോ. 12 തവണ നമ്മൾ സ്കാൻ ചെയ്യുന്നു, ഓരോരുത്തരെ ഓപ്പൺ ചെയ്ത് പോകുന്നു. അതിൽ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് നമ്മൾ എന്താ പറയുക, തന്നെത്താനെ അത് ഓപ്പൺ ആകും, നമ്മൾ പോകണം. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പി ഉണ്ടാകും, നമ്മൾ ആ കമ്പിയിൽ എന്ത് ചെയ്യുക, അതിനെ തള്ളിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനത് സ്കാൻ ചെയ്യുന്നതിന് ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. ബാക്കി തിരക്കുള്ള ആളുകൾ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിരക്കാണ്. കയറാനും ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടിയാണ് ആളുകൾ നിൽക്കണത്. എന്താ പറയുക, അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. അവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കമ്പീനെ ഇങ്ങനെ തള്ളിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ട്, ഓരോരുത്തരായിട്ട് അങ്ങനെ തള്ളി മുന്നോട്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടിക്കറ്റിൽ തന്നെയാണ്, അതായത് ഒരു ഫാമിലി ആയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു അവർ വന്നിരിക്കുന്നത്. അപ്പം ഒരു ടിക്കറ്റിൽ തന്നെ എന്താ പറയുക, ഒരുപാട് പേര് എന്താ പറയുക കടന്ന് പോകുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് നമുക്കത് തിരിച്ചു തരത്തില്ല കേട്ടോ. അവർ തന്നെത്താനെ അത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവർ അതിലെന്തോ എനിക്ക് റീയൂസ് ചെയ്യാവോന്നും അറിയത്തില്ല, അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളും അവസാനം എന്താ പറയുക അത് കടന്നു വരികയാണ്. അപ്പം എന്താ പറയുക, ഓരോരുത്തരായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ 12 പേരും കടന്നു വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം അമ്മയുടെ ഫ്രണ്ട്സും അതുപോലെ എല്ലാവരും നമുക്കറിയാവുന്ന ആളുകളാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേച്ചിമാരൊക്കെയാണ്. അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മയും എന്താ പറയുക, ഇതൊക്കെ എന്നുള്ള പുച്ഛത്തിലാണ് പുള്ളിക്കാരി കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ടിക്കറ്റൊന്നും വാങ്ങിക്കാൻ ഇറങ്ങിയില്ല. നമ്മുടെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞാനും ഇറങ്ങി. ഇതിവിടെ എന്തോ ഒരു വീക്കെൻഡ് എന്താ പറയുക, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. May 20th and 21st അതിൻ്റെയും കൂടെ ഒരു തിരക്കുണ്ടായിരുന്നു. നമ്മൾ 21st പോയത്. പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സെയിം തന്നെ നമ്മുടെ നോർമലി നമ്മുടെ മെട്രോ അവിടെ നമ്മൾ കയറിയ സ്ഥലത്തുള്ള പോലെ തന്നെ അതുപോലെ തന്നെ തിരക്കാണ് ഇവിടെയും. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചതാണ്, കുറച്ച് ലോങ് ആയിപ്പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എന്താ പറയുക, ഇതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെളിയിലത്തെ സ്ഥലം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളിതിന് ശേഷം എന്താ പറയുക ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്.